ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾ ഏത് ടൈമിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ അതിനനുസരിച്ച് അത് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹാവോറ്റ്സ് സിന്തസിസ് ഓഫ് നാഫ്തലീൻ ആണ്. അതായത് നാഫ്തലീൻ്റെ ഒരു സിന്തസിസ് ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഹാവോറ്റ്സ് സിന്തസിസ് ഓഫ് നാഫ്തലീൻ? The Haworth's synthesis of naphthalene starting from benzene involves 4 steps. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഹാവോത്ത് സിന്തസിസ് ഓഫ് നാഫ്തലീനുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, അതായത് നാഫ്തലീന് സിന്തസൈസ് ചെയ്യാൻ നമ്മളിവിടെ എടുക്കുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബെൻസീൻ ആണ്. ആൻഡ് ദിസ് റിയാക്ഷൻ ഇൻവോൾവ്സ് 4 സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം 4 സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റെപ്പ് 1? സ്റ്റെപ്പ് 1 ഇസ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ഓഫ് ബെൻസീൻ. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ ഓൾറെഡി അറിയാവുന്ന ഒരു മെത്തേഡാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കലേഷൻ പറഞ്ഞു, സെക്കൻഡ് മെത്തേഡായിട്ട് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ പറഞ്ഞു. സോ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ഓഫ് ബെൻസീൻ. Benzene is treated with succinic anhydride in the presence of anhydrous aluminum chloride to get beta benzoyl propionic acid. ഇവിടെ നമ്മുടെ അരീനായിട്ടുള്ള ബെൻസീനെയാണ് നമ്മൾ എന്തെടുക്കുന്നത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അതിനെ സക്സിനിക് ആൻഹൈഡ്രൈഡുമായിട്ട് നമ്മൾ അസൈലേഷൻ്റെ മെയിൻ സാധനമാണ് ഇത്. അപ്പോൾ സക്സിനിക് ആൻഹൈഡ്രൈഡായിട്ട് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റാണ് ബീറ്റ ബെൻസോയിൽ പ്രൊപ്പിയോണിക് ആസിഡ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ പറയുന്നു, അതായത് ഇവിടെ C+O പ്രസൻ്റ് ആണല്ലോ. അതായത് ഈ ബീറ്റ ബെൻസോയിൽ പ്രൊപ്പിയോണിക് ആസിഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള C+O ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെത്തിലീൻ ഗ്രൂപ്പായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ്? സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ പേര് എന്താണ്? ക്ലെമൻസൺ റിഡക്ഷൻ എന്നാണ്. സോ ബീറ്റ ബെൻസോയിൽ പ്രൊപ്പിയോണിക് ആസിഡ് is treated with zinc amalgam and concentrated HCl to get gamma phenyl butyric acid. Here the carbonyl group of reactant is reduced to a methylene group, that is CH2 group. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്ത ബീറ്റ ബെൻസോയിൽ പ്രൊപ്പിയോണിക് ആസിഡിലുള്ള C+O, അതായത് കാർബണൈൽ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇവിടെ ലാസ്റ്റ് നമുക്ക് ഇവിടത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അതായത് ഈ C+O നമ്മൾ CH2, അതായത് ഒരു മെത്തിലീൻ ഗ്രൂപ്പായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl ആണ്. അപ്പോൾ ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഡീഹൈഡ്രേഷൻ സ്റ്റെപ്പും കൂടെ നടക്കുന്നുണ്ട്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മളുടെ കാർബണൈൽ ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്തിട്ട് മെത്തിലീൻ ഗ്രൂപ്പ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്, അതായത് ഗാമ ഫീനൈൽ ബ്യൂട്ടറിക് ആസിഡ് ഇവിടെ കിട്ടി. ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നാഫ്തലീൻ ആണല്ലോ കിട്ടേണ്ടത്. നാഫ്തലീൻ എന്താണ്, ഒരു 2 ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആളല്ലേ നാഫ്തലീൻ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു റിങ്ങിനെ ഒന്ന് അടുപ്പിക്കണ്ടേ, അതായത് ഒന്ന് കൂട്ടിമുട്ടിക്കണ്ടേ, അതായത് ഒന്ന് റിങ്ങിനെ ക്ലോഷർ ചെയ്യണ്ടേ. അപ്പോൾ അതാണ് തേർഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 3 ഈസ് റിംഗ് ക്ലോഷർ. അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഫോം ചെയ്ത ഇത് വെച്ചിട്ടാണ് ഇനി കണ്ടിന്യൂഷൻ. സോ gamma phenyl butyric acid is heated with concentrated H2SO4 to get alpha tetralone. അപ്പോൾ ഇവിടെ നമുക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 അല്ലെങ്കിൽ പോളിസൾഫോണിക് ആസിഡും നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഒരേ എഫക്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. അതായത് ഈ ഗാമ ഫിനൈൽ ബ്യൂട്ടറിക് ആസിഡിനെ കോൺസെൻട്രേറ്റഡ് HCl ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും, ആൽഫ ടെട്രലോൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻ നോക്കാം. ഇവിടെ നമ്മളുടെ ഗാമ ഫിനൈൽ ബ്യൂട്ടറിക് ആസിഡ് ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ഹീറ്റിംഗ് റിയാക്ഷനാണ്. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, നമ്മുടെ പ്രോഡക്റ്റായിട്ട് ആൽഫ ടെട്രലോൺ കിട്ടുന്നു. ഇതൊരു എന്താണ്, മാത്രമല്ല ഇവിടെ എന്താണ്, വാട്ടറിനെ ഇവിടെ എക്സ്പെൽ ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ്. നമ്മളുടെ റിങ് ഇവിടെ ക്ലോഷറായി.
ഇനി ഫോർത്ത് സ്റ്റെപ്പിലേക്കും നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് ഇവിടെ ഫോം ചെയ്ത, അതായത് ആൽഫ ടെട്രലോണിൻ്റെ മുകളിൽ ഫോം ചെയ്ത ഈ സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് CH2 ഗ്രൂപ്പ് ആക്കുന്നതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 4 ക്ലെമൻസൺ റിഡക്ഷൻ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്താണ് സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പിനെ നമ്മൾ CH2 മെത്തിലിൻ ഗ്രൂപ്പായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന സ്റ്റെപ്പിലാണ്, സെക്കൻഡ് സ്റ്റെപ്പിൽ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ക്ലെമൻസൺ റിഡക്ഷൻ, സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പിനെ നമ്മൾ CH2 ആക്കി മാറ്റുന്ന സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിൽ ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിലും, അപ്പോൾ ഈ തേർഡ് സ്റ്റെപ്പിൽ ഫോം ചെയ്ത ആൽഫ ടെട്രലോണിൻ്റെ കേസിലും നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഫോർത്ത് സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പിനെ നമ്മൾ CH2 ആക്കി മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, സെയിം മെത്തേഡാണ്, ക്ലെമൻസൺ റിഡക്ഷൻ. അപ്പോൾ സ്റ്റെപ്പ് 4 ക്ലെമൻസൺ റിഡക്ഷൻ. ആൽഫ ടെട്രലോൺ ഈസ് ഹീറ്റഡ് വിത്ത് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl ടു ഗെറ്റ് ടെട്രാലിൻ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫോർത്ത് സ്റ്റെപ്പിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ടെട്രാലിനാണ്. അപ്പോൾ അതിനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൽഫ ടെട്രലോണിൻ്റെ മുകളിലുള്ള ഈ CO ഗ്രൂപ്പ്, കാർബണൈൽ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് CH2 ഗ്രൂപ്പാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl കൂടെ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാട്ടർ റിമൂവ് ആകുന്നത്, അതായത് ഇതൊരു ഡീഹൈഡ്രേഷൻ സ്റ്റെപ്പും കൂടിയാണ്. അങ്ങനെ ഡീഹൈഡ്രേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ടെട്രാലിൻ. അതായത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഇവിടെ സി ഡബിൾ ബോണ്ട് ഓ ഉണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്താ, ഇത് CH2 ആണ് ഇവിടെയുള്ളത്, മെത്തിലിൻ ഗ്രൂപ്പാണ് ഇവിടെ പ്രസൻ്റ് ആകുന്നത്. അപ്പോൾ ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്, ക്ലെമൻസൺ റിഡക്ഷൻ. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്, അരോമാറ്റൈസേഷൻ. അപ്പോൾ അരോമാറ്റൈസേഷനിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നാഫ്തലീൻ അല്ലേ വേണ്ടത്, നമുക്ക് ഇവിടെ റിങ്ങെല്ലാം ക്ലോഷറായിട്ട് കിട്ടി, അതിൽ കാർബണൈൽ ഗ്രൂപ്പ് റിമൂവ് ചെയ്തു, CH2 ഗ്രൂപ്പൊക്കെ കിട്ടി. അപ്പോൾ നാഫ്തലീൻ ആകണമെങ്കിൽ ഇനിയൊരു കാര്യം വേണം, അതായത് നമുക്ക് ഇത് 2 ബെൻസീൻ റിംഗ് അടുപ്പിച്ചിട്ടുള്ള ആളാണല്ലോ നാഫ്തലീൻ. അതായത് ബെൻസീൻ റിംഗ് വിത്ത് ഉണ്ടോ, ഇങ്ങനെ 2 ബെൻസീൻ റിംഗ് അടുപ്പിച്ചിട്ടുള്ള ആളാണ് നാഫ്തലീൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ ഒന്ന് ബെൻസീൻ റിങ്ങും ഒന്ന് സൈക്ലോഹെക്സൈനും ആണ് ഉള്ളത്. അപ്പോൾ ഈ സൈക്ലോഹെക്സൈൻ്റെ മുന്നിൽ നമുക്ക് എന്ത് വേണം, ഈ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ വേണം. അതിന് ഉള്ള സ്റ്റെപ്പാണ് Step 5 aromatization. Tetraline is heated with selenium or palladium to get naphthalene through dehydrogenation. Here, aromaticity is introduced into the second ring too. അതായത് നമുക്ക് ഫോർത്ത് സ്റ്റെപ്പിൽ കിട്ടിയ പ്രോഡക്റ്റാണ് ടെട്രാലിൻ. അപ്പോൾ ഈ ടെട്രാലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്താണ്, ഒരു റിങ്ങിൻ്റെ മുകളിൽ ആരോമാറ്റൈസേഷൻ നടന്നിട്ടുണ്ട്, സെക്കൻഡ് റിങ്ങിൻ്റെ മുകളിൽ ആരോമാറ്റൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ നാഫ്തലീനെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ടെട്രാലിനെ സെലേനിയം അല്ലെങ്കിൽ പലേഡിയമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹീറ്റിംഗ് റിയാക്ഷനാണ്. അങ്ങനെ ഈ ടെട്രലിൻ സെലേനിയം അല്ലെങ്കിൽ പലേഡിയമായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമുക്ക് നാഫ്തലീൻ എന്നുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇവിടെ 2H2. അപ്പോൾ ഈ 2H2 ആണ് നമ്മുടെ എന്താണ്, ഡീഹൈഡ്രോജിനേഷൻ സ്റ്റെപ്പ്. 2H2നെ നമുക്ക് ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെയും എഴുതാം. 2H2 -2H2 എന്ന് കൊടുക്കണം ഇവിടെയാണെങ്കിൽ. അതായത് ഡീഹൈഡ്രോജിനേഷൻ അല്ലേ, അതായത് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമുക്കിവിടെ നാഫ്തലീൻ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഇറ്റ് വാസ് ബെൻസീൻ ആയിരുന്നു. അപ്പോൾ ബെൻസീന് നമ്മൾ നാഫ്തലീനെ വരെ സിന്തസൈസ് ചെയ്ത് എത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാവോത്ത് സിന്തസിസ് ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രിഡൽ ക്രാസ് അസൈലേഷൻ ഓഫ് ബെൻസീൻ ആയിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. തേർഡ് സ്റ്റെപ്പ് റിംഗ് ക്ലോഷർ. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്, ക്ലെമൻസൺ റിഡക്ഷൻ വീണ്ടും. ഫിഫ്ത്ത് സ്റ്റെപ്പ് ആരോമാറ്റൈസേഷൻ. അപ്പോൾ ഇങ്ങനെ എന്താണ് 5 സ്റ്റെപ്പിലൂടെയാണ് നമ്മളുടെ ഈ ഒരു എന്താണ് നാഫ്തലീൻ്റെ ഹാവോത്ത് സിന്തസിസ് കടന്നു പോകുന്നത്.